So today we are going to look at how to write a letter. Okay, so what should be the beginning of the letter? എന്തായിരിക്കും ഒരു ലെറ്ററിന്റെ ഏറ്റവും ബിഗിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്തായിരിക്കും? ആരെങ്കിലും പറയൂ. വിഷയം. ഓക്കെ, വിഷയം. ഓക്കെ ഓക്കെ, സബ്ജക്റ്റ്, ഡേറ്റ്, വേറെ സ്ഥലം. പ്ലേസ്, വേറെ 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 എന്തൊക്കെയായിരിക്കും? സമയം. ടൈം. ഓക്കെ, വേറെ പേര്, നെയിം ഓർ അഡ്രസ്. ഓക്കെ, ലെറ്റർ ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോ വേറെ വേറെ എങ്ങനെ നമ്മൾ തുടങ്ങുമായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിനാണ് നിങ്ങൾ ഇത്രയും ഉത്തരം പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെ നമ്മൾ എഴുതുമായിരിക്കും ഇതില്? വേറെ എന്തൊക്കെ എഴുതുമായിരിക്കും ലെറ്ററില്? പറയ്. മൈ ഡിയർ. ഓക്കെ, മൈ ഡിയർ. സല്യൂട്ടേഷൻ. സിഗ്നേച്ചർ. ഓക്കെ, സിഗ്നേച്ചർ, സൈൻ. വേറെ ഓക്കെ, ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യും എന്ന് വെക്കുക. ഓക്കെ, അപ്പോ നമുക്കിപ്പോ ഫസ്റ്റ് നമുക്കൊരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക ഇതൊന്നുമല്ല, അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഒരു ലെറ്റർ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സും വേണം, അവരുടെ അഡ്രസ്സും വേണം. അപ്പോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ അഡ്രസ്സ് എഴുതുകയാണ്. ഇപ്പോ ആരുടെയെങ്കിലും ഒരാളുടെ അഡ്രസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, ഇത് ഒരാളുടെ പേര്. ആരുടെ പേര് എഴുതണം? ആരുടെ പേര് എഴുതണം? രാജീവ്. രാജീവോ? രാജീവ്. ഓക്കെ, രാജീവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന്റെ അഡ്രസ്, വേറെ ഡേറ്റ്. ഇവിടെ നമ്മള് ഡേറ്റും എഴുതുക. നിങ്ങളെ നോട്ട് ചെയ്യുക. ഇത് മാത്രം നോക്കട്ടെ, നിങ്ങൾ എഴുതണേ. ഇത് ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതി വെക്കൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മള് നമ്മുടെ അഡ്രസ് എഴുതി. ഇപ്പൊ രാജീവ് എന്ന പറയുന്ന ഒരാളാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം രാജീവ് എന്ന് പറയുന്ന ആള് സെൻഡ് ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ വ്യക്തമായിട്ട് എഴുതിയതിന് ശേഷം ഡേറ്റ് എഴുതുക. അപ്പൊ പേര്, അഡ്രസ്, ഡേറ്റ്. ഓക്കെ, അഡ്രസ് ആൻഡ് ഡേറ്റ്. അപ്പൊ ഡേറ്റ് എഴുതേണ്ട ഫോർമാറ്റ് ഇതേ ഉള്ളൂ. ഇപ്പോ നമ്മളിപ്പോ ഇന്നത്തെ ഡേറ്റ് ആണ് കൊടുക്കുന്നതെന്ന് വെക്കാം. ഇപ്പൊ ഇന്ന് ഏതാ ഡേറ്റ്? 29 ഡിസംബർ 2020. അപ്പൊ എഴുതുമ്പോ 29 ഡിസംബർ 2020 ഈ രീതിയിൽ എഴുതുക. അല്ലാതെ നിങ്ങൾ വെറുതെ 29/12/2020 എന്ന് എഴുതരുത്. ഇതൊക്കെ നോട്ടിൽ എഴുതിയോ? ഇതിലല്ലാതെ വേറെ നോട്ടൊന്നും തരാനില്ല നിങ്ങൾക്ക്. ഇത് കണ്ടെങ്കിൽ എഴുതുക. ഇത് എക്സാമിനുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് തരും, എന്നിട്ട് നിങ്ങളുടെ ഒരു ലെറ്റർ എഴുതാൻ പറയും. ഓക്കെ, അപ്പോ ഈ രീതിയിൽ ഡേറ്റ് എഴുതാൻ ശ്രദ്ധിക്കുക. കാര്യം അതാണ് കുറച്ചുകൂടെ ഒരു നല്ലൊരു രീതി എന്ന് പറയുന്നത്. അല്ല എങ്കിൽ എന്താ പറയുന്നത്, ഇത് അത്ര ഒരു നല്ല സുഖമുള്ള രീതിയല്ല.
ഈ 29/12/2020 എന്നുള്ള ഈ രീതിയിലൊക്കെ എഴുതുന്നത്. അപ്പൊ ഒരു ഫോർമൽ ആയിട്ട് എഴുതും. ഇത് നമ്മൾ നോക്കുന്ന ഫോർമൽ ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഫോർമൽ ആപ്ലിക്കേഷൻ. നിങ്ങൾ സ്കൂളിൽ ഒരു ലീവ് ലെറ്റർ കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ള കാര്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ അവിടെ വെറുതെ വിടുക. അത് കഴിഞ്ഞിട്ട് ടു അഡ്രസ്, ആർക്കാണ് എഴുതുന്നത്. ഇപ്പൊ നമ്മൾ ഫ്രം എന്നോ ടു എന്നോ സാധാരണ നമ്മൾ പറയും ഫ്രം ടു എന്നൊക്കെ വെക്കണമെന്ന്. പക്ഷെ ഞാൻ പറയുന്നു ഫ്രം ടു ഒന്നും അങ്ങനെ വെക്കണ്ട. അങ്ങനെ വെക്കാതെ തന്നെ ഫസ്റ്റത്തെ ഇത് ആ ഒരു നിങ്ങളുടെ ആരാണോ അയക്കുന്ന അയാളുടെ പേര്, അഡ്രസ്, ഡേറ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ടു ആർക്കാണോ അവർക്കുള്ളത് അയക്കുക. ഇപ്പൊ ടു ആർക്ക് വയ്ക്കണം? ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ടു ദ ബാങ്ക്, നിങ്ങളൊരു ബാങ്കിൽ അല്ലെ വേണ്ട സ്കൂളിലത്തേക്ക് ഒരു ലീവ് ലെറ്റർ കൊടുക്കുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ടു ദ ക്ലാസ് ടീച്ചർ ഫാദർ ഫിലിപ്സ് HSS നെല്ലിക്കാട്. ഓക്കെ, അപ്പോ ആർക്കാണോ എഴുതുന്നത് അയാളുടെ പേര്, ഇപ്പൊ പേരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബാങ്കിൽ കൊടുക്കും ടു ദ മാനേജർ, പുള്ളിക്കാരന്റെ പേര് നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതുക അയാളുടെ ആ ഒരു സ്ഥാന പേര്. ഇപ്പൊ നിങ്ങൾ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ക്ലാസ് ടീച്ചർ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആണെങ്കിൽ പ്രിൻസിപ്പൽ, HM ആണെങ്കിൽ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എഴുതുക. എഴുതിയതിനു ശേഷം ഇനി അപ്പോ ഫസ്റ്റത്തെ ഈ രണ്ട് പാർട്ടും കഴിയും. നമ്മുടെ അഡ്രസ് വെക്കേണ്ട ഫസ്റ്റ് ഫ്രം അഡ്രസ് വെക്കുക, ടു അഡ്രസ് വെക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളവിടെ കഴിഞ്ഞു. അപ്പൊ ഇനി അവിടെ ചെയ്യേണ്ടത് എന്താ? സബ്ജക്റ്റ് വെക്കുക. നമ്മളിവിടെ ഡേറ്റ് വെച്ചു, സ്ഥലങ്ങളെല്ലാം വെച്ചു. ഇനി നമ്മളിവിടെ സബ്ജക്ട് SUB എന്നിങ്ങനെ എഴുതിയാൽ മതി. SUB എന്ന് എഴുതിയിട്ട് രണ്ട് കുത്തിട്ടിട്ട് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ലീവ് ലെറ്റർ ആണെന്ന് വെക്കുക. അപ്പോ ആപ്ലിക്കേഷൻ ഫോർ ലീവ്, അല്ലെങ്കിൽ ലീവ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ലീവ് എന്നുള്ള കാര്യം എഴുതുക. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് എഴുതേണ്ടത് എന്തെന്നറിയാവോ? അടുത്ത് നമ്മൾ അതിന്റെ മെയിൻ പാർട്ടിലോട്ട് പോവുക. ഇപ്പോ ആപ്ലിക്കേഷൻ എഴുതി, ആർക്കാണ് എഴുതുന്നതെന്ന് എഴുതി, എന്നാണ് എഴുതുന്നത് എന്നുള്ള കാര്യമെല്ലാം എഴുതി. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഡിയർ സർ ഓർ മാം, അപ്പോ ഡിയർ സർ ഓർ മാഡം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനാണെങ്കിൽ ഡിയർ ടീച്ചർ, അല്ലെങ്കിൽ ഡിയർ പ്രിൻസിപ്പൽ. അപ്പോ ഇത് കൃത്യമായിട്ട് എഴുതുക. ഇതിനെ നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോ ഇത് ആർക്കാണോ എഴുതുന്നത് അപ്പൊ അവരെ സല്യൂട്ട് ചെയ്യുക, അവരെ ബഹുമാനപൂർവ്വം വിളിക്കുക, ഡിയർ സർ അല്ലെങ്കിൽ സർ, മാം എന്നുള്ള കാര്യം നമ്മൾ അവിടെ വിളിക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് അതിന്റെ ബോഡി, മെയിൻ പാർട്ട്. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ എഴുതുന്നത്. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. ഇതിന്റെ താഴെ എഴുതേണ്ടത്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡ് എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താ? ബോഡി. ബോഡി ഇവിടെ വരണം. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആരാണ് ഞാൻ. ഇപ്പൊ നിങ്ങളുടെ പേര് അവിടെ ഉണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ ഞാനിപ്പോ പറയുന്നത് ഐ ആം അഭിലാഷ് ഫ്രം 7th standard or 6th standard in this school, അല്ലെങ്കിൽ ഇൻ ഫാദർ ഫിലിപ്പ് HSS നെല്ലിക്കാട്. ഇപ്പോ ആരാണ്? ഹൂ ആർ യു?
ഹു ആർ യു എന്നുള്ളതിന് ഉത്തരം അവിടെ എഴുതണം. അതായത് നിങ്ങളുടെ പേര്, ഐ ആം അഭിലാഷ്, അല്ലെങ്കിൽ ഐ ആം ആൽഫിൻ, അല്ലെങ്കിൽ ഐ ആം ജ്യോതിക എന്നുള്ള കാര്യങ്ങൾ അവിടെ എഴുതുക. ഞാൻ ആരാണ് എന്നുള്ള കാര്യം അവിടെ എഴുതുക. എന്നിട്ട് പിന്നെ അവിടെ എന്ത് എഴുതുമായിരിക്കും? ഇതൊരു ലീവ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒരു ട്രിപ്പിന് പോവുക, ലൈക്ക് ഒരു ടൂറിന് പോവുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലീവ് ആപ്ലിക്കേഷൻ നിങ്ങൾ നേരത്തെ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ അടുത്ത ആഴ്ച ഒരു ട്രിപ്പിന് പോകുന്നുണ്ട്, ഒരു ടൂറിന് പോകുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സ്കൂളിൽ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ലീവ് അനുവദിച്ച് തരാൻ വേണ്ടിയിട്ട്, അറ്റൻഡൻസിന് പ്രശ്നം വരാതിരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബോഡിയിൽ എന്ത് എഴുതും? ഇവിടെ എന്തെഴുതുമായിരിക്കും? എന്തൊക്കെ എഴുതുമായിരിക്കും ഇനി? ഷാരോൺ, ഇവിടെ എന്തൊക്കെ എഴുതുമായിരിക്കും നമ്മള്? ഓക്കെ, പേരൊക്കെ എഴുതി. ഓക്കെ, പേരെഴുതി. പേരും നിങ്ങളുടെ ക്ലാസ്സും എല്ലാം എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതുമായിരിക്കും? എന്തെഴുതും? ഞാൻ നിന്റെ വീട് ചോദിക്കില്ല. നിനക്കിത് ആവശ്യം ഒരു ലീവ് ലെറ്ററാ, ഒരു ലീവ് ആപ്ലിക്കേഷനാ. അപ്പൊ നിന്റെ വീട് എവിടെയാണെന്നോ അല്ല എങ്കിൽ ഇത് നിന്റെ നിനക്കിപ്പോ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവരുടെ പേര്, അല്ല എങ്കിൽ നിന്റെ ഫാദറിന്റെ പേര്, മദറിന്റെ പേര്, അല്ല എങ്കിൽ നിന്റെ ഇത് ഇപ്പൊ വീട് എവിടെയാണെന്നുള്ള കാര്യം, അഡ്രസ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണോ? വേണ്ട. അപ്പൊ പിന്നെ വേറെ എന്ത് കൊടുക്കുമായിരിക്കും ഇവിടെ? ജ്യോതിക, എന്ത് കൊടുക്കുമായിരിക്കും? എന്ത് എഴുതുമായിരിക്കും ഇനി ഇവിടെ നമുക്ക്? നമ്മൾ എവിടെ പോണെന്ന് എഴുതോ? ഓക്കെ, എവിടെ പോകുന്നെന്ന് എഴുതും. വേറെ ദിയ, എന്തെഴുതുമായിരിക്കും ഇവിടെ ഇനി നമ്മള്? അൺമ്യൂട്ട്. അറിയാവോ? ഓക്കെ, യമി, എന്തെഴുതുമായിരിക്കും നമ്മളിവിടെ? ആരെന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ആര്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ പറയണ ഇതിപ്പോ നിങ്ങൾ ആര്, ഇപ്പൊ ഞാൻ ആരാണ് എഴുതുന്നത്? ഇപ്പൊ യമിയാണ് എഴുതുന്നതെന്ന് വെക്കുക. യമി പറയാണ് ഐ ആം യമി, ഐ ആം ഫ്രം ദിസ് സ്റ്റാൻഡേർഡ്, ഐ ആം ഫ്രം 6th സ്റ്റാൻഡേർഡ് ഇൻ ദിസ് സ്കൂൾ. അത്രയാണ് നമ്മൾ ആര് എന്നുള്ളതിനുള്ള ഒരു ഉത്തരമായിട്ട് അവിടെ എഴുതുന്നത്. വേറെ നമ്മൾ എന്തെഴുതും? ഇപ്പൊ എന്നുള്ള ക്വസ്റ്റ്യൻ വിട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വേറെ എന്തെഴുതും? അറിയാവോ? അറിയില്ല സാർ. അലീന, അൺമ്യൂട്ട്. വേറെ എന്തെഴുതുമായിരിക്കും? വേറെ ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ പേര്. നിങ്ങളാ ലീവ് ലെറ്റർ എഴുതുന്നത്, നിങ്ങളുടെ പാരന്റ്സ് അല്ല, നിങ്ങളാ എഴുതുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെഴുതും? ഫസ്റ്റ് നമ്മള് ഡിയർ ടീച്ചർ. അതൊക്കെ നമ്മളിവിടെ എഴുതി കഴിഞ്ഞല്ലോ. ഡിയർ സർ, മാം, അതെല്ലാം എഴുതി കഴിഞ്ഞു. നിങ്ങളുടെ അഡ്രസ് എഴുതി കഴിഞ്ഞു. ഇത് ആർക്കാണ് എഴുതുന്നത് എന്നുള്ള കാര്യം എഴുതി കഴിഞ്ഞു. എന്താണ് ഇതൊരു ആപ്ലിക്കേഷൻ എഴുതി കഴിഞ്ഞു. അടുത്ത ഡിയർ സർ അത് എഴുതി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ബോഡിയിലേക്ക് വന്നു, മെയിൻ കണ്ടന്റിലേക്ക്.
അപ്പൊ അവിടെ വന്നിട്ട് നിങ്ങൾ ആരാണെന്ന് ഫസ്റ്റ് തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി എന്ത് എഴുതും? ഇനി നമ്മൾ എങ്ങോട്ട് പോണതെന്നും അത് അതിനെയൊക്കെ കുറച്ച് പറയും. ഓക്കെ, അതായത് എന്തിനാണ് ഈ ഒരു ലീവ് എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അത് എഴുതണം. അതായത് എന്തിനാണ് ഈ ലീവ് എന്നുള്ള കാര്യം എഴുതണം. എവിടേക്ക് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പിന് പോകുന്നു എന്ന് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം എന്തെഴുതും? ലീവ് അലോ ചെയ്യണം അല്ലെങ്കിൽ ലീവ് തരണം എന്നുള്ള കാര്യവും നമ്മൾ അവിടെ എഴുതണം. കേട്ടോ? അപ്പൊ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതി ആരാണ്, ഹു ആർ യു എന്നുള്ള കാര്യം എഴുതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതേണ്ടത് എന്താ? ഇപ്പൊ നമുക്ക് പറയാം, ഐ ഹാവ് പ്ലാൻഡ് അല്ലെങ്കിൽ വി ഹാവ് പ്ലാൻഡ് എ ട്രിപ്പ് ടു. ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? മൂന്നാർ. Okay, I have planned, or my family has planned a trip to Munnar. So I am going on this date. ഏത് ദിവസമാണ് പോകുന്നത്? So I have planned a trip to Munnar from date. ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെയാണ്? എന്ന് തൊട്ട് എന്ന് വരെ. ഇപ്പൊ നമ്മൾ പറയാണ് 1st January 2021 to 14th Jan 2021. നമ്മൾ പറയണം 1-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെ ഞങ്ങളൊരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഓക്കെ, നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. My whole family is accompanying me. എല്ലാരും എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോ ഫോർ ദ സെയിം, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലീവ് അനുവദിച്ച് തരണം. സോ അത് കഴിഞ്ഞിട്ട് എഴുതാം. ഞാനിവിടെ ഇത്രയും ആക്കിയാണ് ഇത് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. സോ I request you to grant me leave on these days. അപ്പോ നമ്മൾ ഫസ്റ്റ് എഴുതി നമ്മൾ ആരാണ്, എന്താണ്, എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ പറഞ്ഞു ഞാൻ ഇതേപോലെ ടൂർ പോവുകയാണ്. ഐ എം ഗോയിങ് ഫോർ എ ഫാമിലി ടൂർ ഫ്രം ദിസ് ഡേ ടു ദിസ് ഡേ. ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ഞാനൊരു ടൂർ പോവുകയാണ്. സോ മൈ ഓൾ ഫാമിലീസ് അക്കമ്പനിങ് മീ. നമ്മളെ എല്ലാവരും, അതായത് എല്ലാ ഫാമിലി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ ടൂർ പോകുന്നുണ്ട്. കാര്യം ആ പറയുന്ന കാര്യം നമ്മൾ ഫാമിലി എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇത്. സോ I request you to grant me leave on these days. അതായത് ഈ ദിവസങ്ങളില് ലീവ് തരാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. എന്നിട്ട് വേണമെങ്കിൽ എഴുതാം I hope I will get the attendance also. അപ്പോ ഈ സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലരാണെങ്കിൽ അറ്റൻഡൻസ് ഒക്കെ തരും. കാര്യം നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ അറ്റൻഡൻസ് തരും. ഇപ്പൊ നമ്മൾ സാധാരണ ഇന്നിപ്പോ വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസമല്ല ലീവ് ലെറ്റർ കൊണ്ടുവരുന്നത്. മറ്റേത് അതല്ല. അതെന്ന് പറയുന്നത് നേരത്തെ കൊടുക്കുമ്പോൾ നമുക്ക് അറ്റൻഡൻസ് തരാനുള്ള സാധ്യത ഉണ്ട് മിക്കയിടത്തും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതാം ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ദി അറ്റൻഡൻസ് ഫോർ ദീസ് ഡേയ്സ് ഓൾസോ. അല്ലെങ്കിൽ ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ദി അറ്റൻഡൻസ് ഓൾസോ.
ഇത്രയും മതി. ലീവ് ലെറ്റർ, നമ്മൾ ഇന്നപോലെ ട്രിപ്പ് പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് ലീവ് ലെറ്റർ, സോറി, എനിക്ക് ലീവ് അനുവദിച്ച് തരണം. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തെഴുതും? ഇത് നമ്മൾ ബോർഡ് നമ്മൾ എഴുതി കഴിഞ്ഞു എന്ന് വെക്കുക. അങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെഴുതുമായിരിക്കും? ആൽഫിൻ, ആൽഫിൻ അൺമ്യൂട്ട് ചെയ്യും. യെസ് സാർ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെഴുതുമായിരിക്കും? ഇവിടെ നമ്മള് ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സബ്ജക്ട് എഴുതി, ഡേറ്റ് എഴുതി, പ്ലേസ് എഴുതി, ടൈം നമുക്ക് വേണ്ട, ഡേറ്റും പ്ലേസും മതി, നെയിം എഴുതി, അഡ്രസ് എഴുതി, എഴുതി, അവസാനം സൈൻ എന്ന് പറയുന്ന സാധനം കൂടി എഴുതിയിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇതുവരെ ഇത് കൊടുത്തിട്ടില്ല, അത് നമ്മൾ കൊടുക്കണം. അപ്പോ സൈൻ. പക്ഷെ സൈനിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ എഴുതും. നമ്മൾ മലയാളത്തിലാണെങ്കിൽ എന്തെഴുതും? സ്നേഹപൂർവം, അല്ലെങ്കിൽ വിശ്വസ്തയോടെ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുമല്ലോ. എഴുതോ? അപ്പൊ അതിവിടെ എഴുതണ്ടേ? ഓക്കെ. സോ സിൻസിയർലി എന്തെഴുതാം? സാർ, സിൻസിയർലി സ്പെല്ലിംഗ് SIN CERELY. SINCERELY. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ സിൻസിയർലി നിങ്ങളുടെ ഒപ്പ്, ഫസ്റ്റ് സൈൻ. ഇപ്പൊ നിങ്ങൾ വെറുതെ ഒപ്പിടണ്ട, സൈൻ എന്ന് മാത്രം എഴുതിയാൽ മതി. കാര്യം എക്സാമിനല്ലേ, അതുകൊണ്ട് ഒപ്പിടണ്ട. പക്ഷെ ഇത് നിങ്ങൾ അവിടെ സൈൻ എന്ന് മാത്രം എഴുതുക. സൈൻ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര്. ഇപ്പോ ആൽഫിൻ ആണെങ്കിൽ ആൽഫിൻ, അവിടെ ഏത് പേരാണോ അത് എഴുതുക. നിങ്ങളുടെ സ്വന്തം പേര് അവിടെ എഴുതുക. പേര് കഴിഞ്ഞിട്ടല്ല സൈൻ എഴുതേണ്ടത്. സൈൻ കഴിഞ്ഞതിന് ശേഷം വേണം പേര് എഴുതാൻ. അപ്പൊ സിൻസിയർലി പേര്, അതായത് സിൻസിയർലി കഴിഞ്ഞിട്ട് ഒപ്പ്, പേര്. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഞാൻ ഒരു ടോപ്പിക് തരിക. ദ സെയിം ടോപ്പിക്. ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ട്രിപ്പ്, നിങ്ങളൊരു ടൂറിന് പോകുന്നെന്ന് വെക്കുക. എവിടേക്ക് വെക്കാം നമുക്ക്? ടു ഗോവ. ഗോവയിലേക്ക് നമ്മളൊരു ട്രിപ്പ് പോകുന്നെന്ന് വെക്കുക. അപ്പോ നിങ്ങള് ഒരു ലെറ്റർ നിങ്ങളുടെ പ്രിൻസിപ്പലിന്, സ്കൂളിലെ പ്രിൻസിപ്പലിന് അയക്കണം. അയക്കണം എന്നല്ല, കൊടുക്കണം. അപ്പോ അത് നിങ്ങൾ എങ്ങനെ എഴുതും? ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. കേട്ടോ? സാർ ഒന്നും കൂടെ പറയൂ. സോ യു ആർ ഗോയിങ് ഫോർ എ ട്രിപ്പ് ടു ഗോവ. ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോവുക. അപ്പോ അതിലെത്തേക്ക് വരെ നിങ്ങൾ കുറച്ച് ദിവസത്തേക്കാ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഓക്കെ, നിങ്ങളപ്പോ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ, ഒരു ലീവ് ലെറ്റർ നിങ്ങളുടെ പ്രിൻസിപ്പലിന് കൊടുക്കണം. സ്കൂളിലെ പ്രിൻസിപ്പലിനാണ് കേട്ടോ, ക്ലാസ് ടീച്ചറിനല്ല, പ്രിൻസിപ്പലിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആ ഒരു ലെറ്റർ എഴുതും. അത് നിങ്ങൾക്ക് ഹോംവർക്കാണ്, ചെയ്യണം. കേട്ടോ? ഓക്കെ.
ഇത് നിങ്ങളുടെ എക്സാമിന് കാണേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ, അതായത് ഒരു ടോപ്പിക് തന്നതിന് ശേഷം ഒരു ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, പഠിക്കുക. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് തരും. ആ ടോപ്പിക് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അപ്പൊ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്തതിലേക്ക് പോവാം. ഡയറി. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഡയറി. ഡയറി ആണെങ്കിൽ എങ്ങനെ നോക്കും? നിങ്ങൾ ഡയറി എഴുതിയിട്ടുണ്ടോ? സാർ ഇതേപോലത്തെ എല്ലാം 5ാം ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതാണ് കാര്യം. നമുക്ക് ഓർമ്മിക്കണമല്ലോ, അതല്ലേ നമുക്ക് ആവശ്യം. ഓക്കെ. ഡയറിയില് നമ്മളെ തുടക്കം എന്തെഴുതുമായിരിക്കും? ഡേറ്റ്. ഡേറ്റ് ഇടണം. ഓക്കെ. ഇവിടെ പെണ്ണിവിടെ. ഓക്കെ. നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഡയറി. എന്റെ ഐ ഒന്നും കണ്ട് പേടിക്കണ്ട, എന്റെ ഹാൻഡ് റൈറ്റിംഗ് അതുകൊണ്ട. ഓക്കെ. ഫസ്റ്റ് നമ്മള് ഡേറ്റ്. ഡേറ്റ് വേറെ എന്തൊക്കെ എഴുതും? വേറെ എന്തൊക്കെ എഴുതും? ഡേറ്റ്. ഓക്കെ. ഡേറ്റ് ഡേ നമുക്ക് അതവിടെ എഴുതാം. ഓക്കെ. വേറെ പറയ എല്ലാരും പറയാ, അല്ലെങ്കിലും ബോറടിച്ച് ഉറങ്ങിപ്പോവും നമ്മൾ ഈ ക്ലാസ്. അതുകൊണ്ട് സംസാരിക്കുക. വിൻസി എന്തെഴുതും? അൺമ്യൂട്ട് ചെയ്. എന്തെഴുതും? അറിയാവോ വിൻസി? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. വേറെ എന്തെഴുതുമായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചേക്കൊന്ന് ഓർത്തെടുത്തേ. ഇല്ല, ആർക്കും ഒരു ഓർമ്മയില്ല. ഓക്കെ. ഡയറിയ. ഡയറി എന്ന് പറയുമ്പോ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. വേണമെങ്കിൽ എഴുതാം. നമുക്ക് നമ്മുടെ സ്വന്തം ഡയറി അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. ഓക്കെ. അപ്പൊ അന്ന് തൊട്ട് രാത്രി വരെ ചെയ്യുന്ന കാര്യങ്ങൾ ഡയറിയിൽ എഴുതും. അതാണ്, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയറി എന്ന് പറയുന്നത് എന്താ? ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം കൂടെ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ബുക്കിൽ എഴുതി വെക്കുന്നു. പിന്നീട് വായിക്കാനായിട്ടും എല്ലാത്തിനായിട്ട് നമ്മളിങ്ങനെ എഴുതി വയ്ക്കുന്നു. അതിനെ നമ്മൾ ഡയറി എന്ന് പറയും. അപ്പോ ഫസ്റ്റ് പറഞ്ഞതുപോലെ ശരിയാണ്. ഡേറ്റ് നമ്മൾ എഴുതുക. ഡേറ്റ് ഏതാണ് ഇന്നത്തെ ഡേറ്റ്, അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എഴുതും. അതിനൊരു ഒരു സബ്ജക്റ്റ് എന്നല്ല പറയാം, നമ്മൾ ടൈറ്റിൽ എന്ന് പറയാം. ഒരു ടൈറ്റിൽ കൊടുക്കാം. എന്ത് കൊടുക്കണം? ഒരു ടൈറ്റിൽ. ഇപ്പൊ നിങ്ങള് ഫോർ എക്സാമ്പിൾ ആൽഫിൻ ആണെങ്കിൽ പാട്ടൊക്കെ പഠിക്കാൻ വന്ന ഒരു ദിവസമാണെന്ന് വെക്കുക. അപ്പൊ നല്ല സന്തോഷം ഉണ്ടായിരുന്ന ദിവസം. അപ്പൊ അന്ന് നീ പോയി ഒരു ഡയറി എഴുതുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അന്നത്തെ ഒരു ഹെഡിങ് കൊടുക്കുക? അൺമ്യൂട്ട് പറ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ നീ ഡയറി എഴുതുമ്പോ ഭയങ്കര സന്തോഷമായിട്ട് എഴുതും, അത് വിഷമിച്ചിരുന്ന് എഴുതും? സന്തോഷമായിട്ട് എഴുതും. അപ്പൊ നമുക്ക് ഹെഡ് വേണമെങ്കിൽ ഹാപ്പി ഡേ, അല്ലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അവസാനവും കൊടുക്കാം, ഡയറിയുടെ ഏറ്റവും ലാസ്റ്റും കൊടുക്കാം. ഇവ പല രീതിയിൽ എഴുതാൻ കേട്ടോ.
അപ്പോ നീ ഇപ്പൊ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസമാണെന്ന് വെക്കുക. അന്ന് നീ ഡയറി എഴുതുകയാണെങ്കിൽ എന്തെഴുതും? It is a sad. സാഡ് ഡേ എന്നോ അല്ലെങ്കിൽ ഇത് എന്താ പറയുന്നത്, ആ ഒരു നമ്മുടെ ഒരു മൂഡും കാര്യങ്ങളും എല്ലാം ഭയങ്കര വ്യത്യാസമായിരിക്കും. നമ്മൾ ആ ഒരു ഹാപ്പിനെസ് ഇരുന്ന് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇത് എഴുതി, എന്നിട്ട് നമുക്ക് കൊടുക്കാം ഡിയർ ഡയറി. നമ്മളിങ്ങനെ സാധാരണ എഴുതാറുള്ള ഡിയർ ഡയറി. അപ്പൊ ഡയറിയോട് നമ്മൾ പറയുക, നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മൾ ഡയറിയുടെ അടുത്ത് പറയുക, ഡിയർ ഡയറി. ഇപ്പൊ നിങ്ങൾക്ക് ഡയറിക്ക് ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെക്കുക. ഇപ്പൊ നിങ്ങളുടെ ഡയറിക്ക് ഒരു പേരുണ്ട്. ഒരു പേര് പറഞ്ഞ, ഡയറിക്ക് ഇടാൻ പറ്റിയ ഒരു പേര് പറയാൻ ജ്യോതിക. ആ ഏതാ? ഡയറിക്ക് ഇടാൻ പറ്റിയ പേരാ? ആ ഡയറിക്ക്. ഇപ്പൊ നമ്മള് ഡയറി എന്ന് പറയുമ്പോ എന്നും എഴുതുന്നതാ. അപ്പൊ നമ്മൾ ആ ഡയറിക്ക്, കാര്യം നമ്മുടെ ലൈഫുമായിട്ട് അത്രയും ബന്ധപ്പെട്ട ഒരു സാധനമായിരിക്കും ഈ ഡയറി എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ആ ഡയറിക്ക് നമ്മൾ സ്നേഹത്തോടെ നമ്മളൊരു പേരിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് പേരിട്ട് കൊടുക്കും? ഡയറിക്ക് ഇപ്പൊ പേര് ആരെങ്കിലും പറഞ്ഞേ? ഷാനു എന്തെഴുതും? ഒരു ഡയറിക്ക് ഒരു പേരിട്ട് കൊടുത്തേ. എന്തിന്റെ പേര്? സ്കൂളിന്റെ. എടാ, നിന്റെ ഡയറിക്ക് നീ സ്കൂളിന്റെ പേരായിരിക്കും കൊടുക്കുക. ഡയറിക്ക്, അതായത് നീ ഇപ്പോ ഡെയിലി എഴുതുന്നതാണ് ഈ ഡയറി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ദിവസം ഒന്നല്ല, എല്ലാ ദിവസവും എഴുതുന്നതാണ് ഡയറി എന്ന് വെക്കുക. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരായിരിക്കും കൊടുക്കുക. അല്ല സ്കൂളിന്റെ പേരൊന്നും ആർക്കും കൊടുക്കാനായിട്ട് സാധ്യതയില്ല. ചിലപ്പോ നിനക്ക് സ്കൂളിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചിലപ്പോൾ ഇത് കൊടുത്തെന്ന് വരും. പക്ഷെ അല്ലാതെ കൊടുക്കത്തില്ല. എന്തെങ്കിലും ഒരു പെറ്റ് നെയിമോ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ അതിനവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മൾ എഴുതുകയാണ് ഡിയർ ഡയറി. എന്നിട്ട് നമ്മളിവിടെ കാര്യങ്ങള് വിശദമായിട്ട് നമ്മളിവിടെ എഴുതുക. ടുഡേ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യം നമ്മൾ എഴുതുക. പക്ഷെ ഒറ്റ കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാം പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാനായിട്ട്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ടുഡേ വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അല്ലാതെ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എഴുതുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നും നടക്കാനും ചാൻസ് ഇല്ല. അപ്പോ നമ്മൾ എന്താണോ എഴുതുന്നത് അത് പാസ്റ്റ് ടെൻസിൽ എഴുതുക. ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ, ഐ ഹാഡ് എ ഗ്രേറ്റ് ഡേ. അല്ലെങ്കിൽ ഇപ്പോ ഐ വെന്റ് ടു ദിസ് പ്ലേസ്, ഐ വെന്റ് ടു വീഗാലാൻഡ്, ഐ വെന്റ് ടു ഗോവ. അല്ലെങ്കിൽ ഐ വെന്റ് ടു വീഗാലാൻഡ് ആൻഡ് ഐ ടുക്ക് ദിസ് റൈഡ്. ഇപ്പൊ ഞാൻ ഇന്ന റൈഡ് എടുത്തു, വീഗാലാൻഡിൽ പോയിട്ട് ഇന്ന റൈഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ എഴുതാം? ഐ ഹാഡ് ഈറ്റൻ ദീസ് മെനി ഫുഡ്സ്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, ഇത്ര ഫുഡ്. അല്ലെങ്കിൽ ഐ ഹാഡ് ചിക്കൻ ബിരിയാണി ആഫ്റ്റർ എ ലോങ് ടൈം. ഞാനത് ചിക്കൻ ബിരിയാണി കഴിച്ചു കുറെ ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ ഈ രീതിയിൽ എല്ലാം കഴിച്ചു, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളായിട്ട് എഴുതുക. എന്നിട്ട് വിശദമായിട്ട് നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും എഴുതാം. നിങ്ങൾ ഓർക്കാൻ, പിന്നീട് വായിക്കുമ്പോൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നതും എല്ലാ കാര്യങ്ങളും. നല്ല മൊമെന്റ്സ് എഴുതാം, ഗുഡ് മൊമെന്റ്സ് എഴുതാം, ബാഡ് മൊമെന്റ്സ് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ട്രിപ്പ് പോയി, ഒരു എവിടെയെങ്കിലും ട്രിപ്പ് പോയെന്ന് വെക്കുക. അപ്പൊ ആ ട്രിപ്പ് പോയതിനു ശേഷം നിങ്ങൾ ഒരു ഡയറി എഴുതുകയാണെന്ന് വെക്കുക. എന്തായിരുന്നു? ഇപ്പോ നിങ്ങളിപ്പോ മൂന്നാർ അല്ലെങ്കിൽ ഗോവ അല്ലെങ്കിൽ ഇഷ്ടം നിങ്ങൾ പോയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ പോയതിനു ശേഷം രാത്രി ആയപ്പോഴും നിങ്ങൾ ഒരു ഡയറി എഴുതുകയാണ്.
എങ്ങനെ എഴുതും? എന്തൊക്കെ കാര്യങ്ങൾ എഴുതും? എന്തെഴുതും? അഭിജിത്ത് അൺമ്യൂട്ട് ചെയ്തേ. അറിഞ്ഞൂടാ സാർ. അറിഞ്ഞൂടാ. ഓക്കെ, ഇല്ല, ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ. നീ ഇപ്പോ ഒരു ട്രിപ്പ് പോയി, ഇഷ്ടമുള്ള ഒരു സ്ഥലം പറയും, പോയിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞേ. കന്യാകുമാരി. കന്യാകുമാരി പോയിട്ടുണ്ട്. അപ്പോ ഓക്കെ, കന്യാകുമാരി പോയതിനു ശേഷം അവിടെ നിന്ന് നമ്മൾ എഴുതുക. നമ്മളിപ്പോ കന്യാകുമാരി പോയിട്ടുണ്ട്. അപ്പൊ കന്യാകുമാരി പോയതിനു ശേഷം അന്ന് രാത്രി നീ ഒരു ഡയറി എഴുതുകയാണെന്ന് വെക്കുക. അപ്പൊ നീ എന്തെഴുതും? അതായത് ഇങ്ങനെ എഴുതും. അത് എങ്ങനെ തുടങ്ങും? രാവിലെ I woke up at 6 AM അല്ലെ 4 AM അല്ലെ 5 AM, ഇത്ര മണിക്ക് ഞാൻ എണീറ്റു. നമ്മൾ മലയാളത്തിൽ എഴുതത്തില്ലേ, ഇത്ര മണിക്ക് ഞാൻ എണീറ്റു, അത് കഴിഞ്ഞിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, രാവിലെ റെഡിയായി, ഇത് ബാഗൊക്കെ പാക്ക് ചെയ്തു, എന്നിട്ട് ട്രെയിനിന് സമയമായിരുന്നു. അപ്പോ then I went to catch train and അപ്പൊ നമ്മൾ അവിടെ എഴുതുക ട്രെയിൻ വാസ് ഡിലേഡ് ബൈ 15 minutes. പക്ഷെ ട്രെയിന് ലേറ്റ് ആയിരുന്നു, 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സോ ഐ റീച്ച് കന്യാകുമാരി അറ്റ് 7 PM അല്ലെങ്കിൽ ഇത്ര മണിക്ക്, അല്ലെങ്കിൽ 7 AM, അല്ലെങ്കിൽ എത്ര മണിക്കാണ് അവിടെ എത്തി, ഇത്ര മണിക്ക് ഞാൻ അവിടെ എത്തി. Then I went to see these places at കന്യാകുമാരി. ഈ കന്യാകുമാരിയിലെ ഇന്ന ഇന്ന സ്ഥലങ്ങൾ ഞാൻ അവിടെ കാണാൻ പോയി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരറിവ് രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ റിക്കളക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഓർത്തോർത്ത് നമ്മൾ എഴുതുക. ആ എഴുതുന്നതിനാണ് ഡയറി എന്ന് പറയുക. കേട്ടോ? മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇനി ഇത്? ഓക്കെ, അപ്പോ അനുജയ്ക്ക് ഡൗട്ട് ഉണ്ടോ? എന്താ? ഡൗട്ട് ഇല്ല. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എഴുതാൻ പറ്റും a wonderful അപ്പോ a wonderful day അല്ലെങ്കിൽ end of a wonderful day അല്ലെങ്കിൽ end of a great day, end of a beautiful day. അപ്പൊ ആ ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമുക്ക് പറയാം end of a pathetic day, അല്ലെങ്കിൽ end of a terrible day, end of a terrific day. അപ്പോ അല്ലെങ്കിൽ ആ ഡേ എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ അൺഫോർഗറ്റബിൾ ഡേ, മറക്കാൻ പറ്റാത്തൊരു ദിവസം ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവിടെ എഴുതും. അതാണ് അവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. എക്സാമിന് വരുന്ന അതൊരു ഫിക്സഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരത്തെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം, ഞാൻ നോക്കാം. അപ്പോ അത് എന്തെഴുതണം? ഫസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് ടൂർ പോകുന്നു, ഏത് സ്ഥലമാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയും, ആർക്കാണ് നിങ്ങൾ ലെറ്റർ എഴുതേണ്ടതെന്നുള്ള കാര്യവും ഞാൻ പറയും. അപ്പോ നിങ്ങൾ ഇന്ന ആൾക്ക് ലെറ്റർ എഴുതണം. എന്ത് ലെറ്റർ? ലീവ് ലെറ്റർ എഴുതണം. എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പോ ആ അവസാനത്ത് ഇപ്പൊ ഒരു 7 ദിവസത്തെ ട്രിപ്പ് ആണെന്ന് വെക്കുക. ആ 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ട്രിപ്പിനെ കുറിച്ച് ഒരു ഡയറി എഴുതുകയാണ്. അല്ലെങ്കിൽ 7th ഡേ, 7ാമത്തെ ദിവസം നിങ്ങൾ ഒരു ഡയറി എഴുതുകയാണെന്ന് വെക്കുക. 7ാമത്തെ ദിവസം രാത്രി നിങ്ങൾ ഡയറി എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡയറി എങ്ങനെ ഉണ്ടാവും? അപ്പോ ഇതായിരിക്കും നിങ്ങൾക്കുള്ള എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾക്ക് അപ്പോ ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ലീവ് ലെറ്റർ എഴുതണം,
ഒരു ഡയറിയും എഴുതണം. മനസ്സിലായോ? ഓക്കെ. ഇനി ഇതില് വേറെ ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അപ്പോ അത് കഴിഞ്ഞു. അപ്പൊ ആ 2 ക്വസ്റ്റ്യനും അവിടെ കാണും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇനി കോൺവെർസേഷൻ എങ്ങനെ എഴുതും? രണ്ടുപേർ തമ്മിലുള്ള ചോദിച്ചതല്ലേ കോൺവെർസേഷൻ? സാർ ഓക്കെ. അപ്പൊ എങ്ങനെ എഴുതും? പറയാം. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം. ഓക്കെ, രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം ശരിയാണ്. അതിനെ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? ഷാരോൺ എങ്ങനെ എഴുതും? നമ്മൾ എങ്ങനെ തുടങ്ങും ഒരു കോൺവെർസേഷൻ? അല്ല, ആരുടെ പേര് എവിടെ എഴുതും? കോൺവെർസേഷൻ. ഓക്കെ. അപ്പൊ അത് എങ്ങനെ എഴുതും എന്ന് പറഞ്ഞേ. പറ. ഓക്കെ, നെയിം എന്ന് എഴുതിയിട്ട് ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ, ഇപ്പൊ ഷാരോണും ആൽഫിനും തമ്മിലുള്ള കോൺവെർസേഷൻ, ഷാരോണും ഷാനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്ന് വെക്കുക. അപ്പൊ അങ്ങനെ എഴുതും. ഷാരോൺ എഴുതിയിട്ട് എന്താണോ ചോദിക്കാനുള്ളത് അത് എഴുതും. ഷാനും അടുത്ത് എന്താണോ ചോദിക്കാനുള്ളത് അങ്ങനെ തന്നെ എഴുതും. സമ്മതിച്ചു. അപ്പൊ പക്ഷെ അവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അവിടെ എങ്ങനെ തുടങ്ങും എന്നുള്ള കാര്യമൊക്കെയാണ്. നമ്മളിപ്പോ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാവോ? അപ്പോ നമുക്ക് രണ്ട് തരത്തിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. എന്താ ഫോർമൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഫോർമൽ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫോർമൽ എന്ന് പറയുന്നത് എന്താ? എന്താ ഈ ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കും ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള വ്യത്യാസം? അറിയാവോ? പറയ്. ഫോർമല് നമ്മൾ ഓൾറെഡി ചേർക്കണ കാര്യങ്ങളാണ്. അപ്പൊ ഇൻഫോർമല് ഈ ഫോർമൽ വിശേഷങ്ങൾ. ഓക്കെ. ഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓഫീസിലെടുത്ത് നമ്മൾ ആ ഒരു ഇതിൽ ചോദിക്കത്തില്ല, അല്ല എങ്കിൽ ഏറ്റവും എന്താ പറയുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് കോൺവെർസേഷൻ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതും നിങ്ങളുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നതും ഒരുപോലെയാണോ? അല്ല. അപ്പൊ ഒരു ബഹുമാനം, അപ്പൊ ഒരു റെസ്പെക്ട്, അതോടുകൂടെ സംസാരിക്കുന്നതാണ് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നീ ഒരു ഫ്രണ്ടിനെ കണ്ടോ? ഇപ്പോ ജ്യോതിക പെട്ടെന്ന് അടുത്ത ഒരു ദിവസം സ്കൂളിൽ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു, ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പെരുമാറുക? എന്തൊക്കെ പറയുമായിരിക്കും ജ്യോതിക? എന്നാലും ടീച്ചേഴ്സിന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുമായിരിക്കും?
അല്ല എങ്കിൽ ഇത് ഒരു ക്ലാസ്സിലെ കുട്ടിയെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കുമായിരിക്കും? ടീച്ചേഴ്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോ ഇച്ചിരി ബഹുമാനമൊക്കെ കാണും. പിള്ളേരുടെ അടുത്ത് സംസാരിക്കുമ്പോ ബഹുമാനം കാണൂല, എന്നാലും ഡീസന്റ്. ഓക്കെ, അത് പാരന്റ് കൂടെ ഉണ്ടെങ്കിലേ ആ ഒരു ഇത് കാണുള്ളൂ. അല്ലാതെ ക്ലാസ്സിൽ വെച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മള് ചെറവറാന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കും. ഇത് എന്താ പറയാ, അല്ലാതെ ഒരു എന്താ പറയുന്നത് എവിടെ ഇരിക്കുന്നതെന്നുള്ള ഒരു ബോധം പോലും കാണത്തില്ല ആർക്കും. വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അതല്ലേ സംഭവിക്കുക. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഫോർമൽ എന്ന് പറയുമ്പോ നമ്മള് ആ ഒരു ഇപ്പൊ നമ്മൾ ലീവ് ലെറ്റർ, ഫ്രണ്ട്ലി ലെറ്റർ ഉണ്ട്, ലീവ് ഇത് ഒരു ഫോർമൽ ലെറ്റർ ഉണ്ട്. ഫോർമൽ ആയിട്ട് ഒരാൾക്ക് കത്ത് എഴുതുന്നു, കാര്യം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അത് എഴുതും. ഇൻഫോർമൽ ആകുമ്പോ നിനക്ക് സുഖമാണോ, പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പിന്നെ അവിടത്തെ ഇത് പശുവും ആടും ഒക്കെ എന്ത് പറയുന്നു, നിനക്ക് എത്ര പട്ടിക്കുട്ടിയുണ്ട് അവിടെ. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾക്ക് ചോദിക്കും ഇൻഫോർമൽ. പക്ഷെ ഒരു ഓഫീസർ എടുത്ത് കയറി ഓഫീസറുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇത് ഇന്ന ഈ ഫയലിൽ സൈൻ ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെ. അപ്പോ ഫോർമൽ, നമ്മൾ ഒരാൾ ഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന, തുടക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രേസ് ആണ് ഇത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ പറയും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, വാട്ട് ആർ യു ഡൂയിങ്, ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു, ഇറ്റ്സ് ആൻ ഓണർ ടു മീറ്റ് യു, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഗുഡ് ടു സീ യു. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ സംസാരിക്കുക. ഇപ്പോ നിങ്ങളൊരു ഓഫീസിന്റെ അടുത്ത് ഫ്രണ്ടിൽ പോവുക. ഇപ്പൊ പോയ ഉടനെ രാവിലെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പറയും ഗുഡ് മോർണിംഗ് സർ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇപ്പോ അല്ലെങ്കിൽ ആരെടുത്താലും ഗുഡ് മോർണിംഗ് മാഡം എന്നേ നമ്മൾ ചോദിക്കത്തുള്ളൂ. നമ്മൾ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതിനു വേണ്ടി ചോദിക്കും ഗുഡ് മോർണിംഗ് സർ, ഹൗ ആർ യു ഡൂയിങ്. അല്ല എങ്കിൽ ഹൗ ആർ യു ഡൂയിങ് സർ, അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്. ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഫോർമലായിട്ട് ചോദിക്കുക, നിങ്ങളെ പഠിപ്പിച്ച ഒരു സാറിനെ കണ്ടു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ കണ്ടു. നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചറിനെയാണ് കണ്ടത് എന്ന് വെക്കുക. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഗുഡ് മോർണിംഗ് ടീച്ചർ, നമ്മൾ ഉടനെ പോയി പറയും ഗുഡ് മോർണിംഗ് ടീച്ചർ. അപ്പൊ അവരും പറയും ഗുഡ് മോർണിംഗ്. അല്ലെ ഇപ്പോ അനൂജയാണെങ്കിൽ അനൂജ എടുത്തൊരു ഗുഡ് മോർണിംഗ് അനൂജ. അപ്പൊ ചോദിക്കും, അപ്പൊ ഒന്നുകിൽ ടീച്ചർ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഹൗ ആർ യു ഡൂയിങ്, ഇപ്പൊ എന്ത് ചെയ്യുന്നു. ഇറ്റ്സ് പ്ലഷർ ടു മീറ്റ് യു, എനിക്ക് ടീച്ചറിനെ കണ്ടതില് ഇപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അതിനൊരു ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു. അപ്പൊ എന്നിട്ട് ചോദിക്കാം. അപ്പൊ അവരല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വാട്ട് ആർ യു ഡൂയിങ്, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വാട്ട് ആർ യു ഡൂയിങ്. അപ്പൊ എന്നിട്ട് ഈ രീതിയിൽ ഒരു ബഹുമാനത്തോടെയും ഈ രീതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. ഇനി അടുത്ത് ഇൻഫോർമൽ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെ കാണുകയാണ്, ഉടനെ ചോദിക്കും ഗുഡ് മോർണിംഗ് എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ നിൽക്കത്തില്ലല്ലോ. നമ്മൾ പറയാ വാട്സ്ആപ്പ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നേ നമ്മൾ ഡയറക്റ്റ് ചോദിക്കത്തുള്ളൂ. അല്ല എങ്കിൽ ഇപ്പോ ഓക്കെ, ഒരു ഫ്രണ്ടിനെ കാണുമ്പോ വാട്സ്ആപ്പ്, എന്തുണ്ട് വിശേഷം, അല്ല എങ്കിൽ വാട്സ് ന്യൂ, പുതുതായിട്ട് എന്താ നിനക്ക് ഇത് പുതിയ കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നു. അല്ലാണ്ട് നിങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷം കാണുകയാണ്, അപ്പൊ വാട്സ് ന്യൂ, എന്തുണ്ട് പുതിയ വിശേഷങ്ങൾ. പഴയ കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്, അതുകൊണ്ട് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്. വാട്സ് ഗോയിങ് ഓൺ, എന്താ ഇവിടെ നടക്കുന്നേ. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. ഹൗ ആർ തിങ്സ്, എന്തൊക്കെ കാര്യങ്ങളാ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുടക്കത്തില് ഇത് ഇപ്പൊ പെട്ടെന്ന് ജ്യോതിക അലീനെ കാണുകയാണ് നിൽക്കുക, അലീന വാട്സ്ആപ്പ് എന്നേ നമ്മൾ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഗുഡ് മോർണിംഗ് അലീന, ഇറ്റ്സ് പ്ലഷർ ടു മീറ്റ് യു, അല്ലെങ്കിൽ എന്ത് പറയാം ലൈക്ക് ഹൗ ആർ യു ഡൂയിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓണർ ടു മീറ്റ് യു, എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് നിന്നെ കണ്ടതില് എന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ പറയുമ്പോ എന്ത് പറയും, നമ്മൾ ജസ്റ്റ് വാട്സാപ്പ്, എന്തുണ്ട് വിശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ മലയാളത്തിൽ പറയും എന്തുണ്ടടി വിശേഷം, അല്ലെങ്കിൽ എന്തുണ്ടടാ വിശേഷം, നിനക്ക് സുഖമല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ എഴുതി എടുക്കുക.
ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സിൽ എന്തൊക്കെ ചേർക്കാൻ പറ്റും. നിങ്ങളപ്പോ അടുത്ത ഒരു കോൺവെർസേഷൻ ഞാൻ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് താങ്ക് യു ഫോർമൽ. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് താങ്ക്സ് പറയുമല്ലോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഓഫീസിൽ പോയി നിങ്ങൾക്ക് ഒരു ഫോം സൈൻ ചെയ്യണമെന്ന് വെക്കുക, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് ചെയ്യണമെന്ന് വെക്കുക, അല്ലെങ്കിൽ എക്സാമിന്റെ പേപ്പറൊക്കെ കഴിഞ്ഞു അതിന്റെ സജഷനൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടീച്ചറിന്റെ അടുത്ത് ആയാലും താങ്ക് യു പറയുമല്ലോ. താങ്ക് യു പറയോ? പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്. ഐ ആം മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത് നന്ദിയുള്ളത്, അല്ലെങ്കിൽ ഞാന് നന്ദിയുള്ളവനാണ്. അങ്ങയുടെ സഹായത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇനി അവിടെ സ്കൂളിൽ വന്നതിന് ശേഷം നിങ്ങൾ ആരും ഒരു ടീച്ചേഴ്സിന്റെ അടുത്ത് താങ്ക്സ് എന്ന് പറയുന്നത് ഞാൻ കേൾക്കരുത് കേട്ടോ. ഇതിലേതെങ്കിലുമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇൻഫോർമലി യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഫോർമലി യൂസ് ചെയ്യാം. അവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് പറയാം ഐ ആം മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം താങ്ക് യുവിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഐ ആം വെരി മച്ച് ഒബ്ലൈഡ്. ഒബ്ലൈഡ് എന്ന് വെച്ചാൽ കടപ്പെട്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ ദിസ്. അപ്പൊ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ എന്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഹെൽപ്പാണോ ചെയ്തത് അതിലേക്ക് വേണ്ടിയിട്ട് നന്ദി പറയുന്നു. ഈ രീതിയിൽ ഐ ട്രൂലി അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. ഞാൻ ഇത് നിങ്ങളുടെ സഹായത്തിൽ ഞാൻ ഭയങ്കര സന്തുഷ്ടനാണ്. അപ്പൊ അത് എഴുതുക. താങ്ക് യു ഫോർ യുവർ കൈൻഡ് കൺസിഡറേഷൻ. നിങ്ങളുടെ ഈ ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട് ഞാൻ താങ്ക്സ് പറയും. ഈ രീതിയിൽ വേണം നിങ്ങൾ പറയാനും എല്ലാം. ഇനി അടുത്ത് താങ്ക് യു ഇൻഫോർമൽ ആണെങ്കിലോ, താങ്ക്സ് എ ബഞ്ച്. ഐ റിയലി ഓവ് യു. അപ്പൊ അതായത് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് ഇൻഫോർമലി പറയുന്നതാണ് ഐ റിയലി ഓവ് യു. ഐ കാൺട് താങ്ക് യു ഇനഫ്. അല്ലാതെ നമ്മളിങ്ങനെ പറയും താങ്ക്സ് ഉണ്ട് കേട്ടോ, നീ നമുക്ക് പെൻസിലൊന്നും ഇല്ല, നമ്മൾ പെൻസിലില്ല, പെട്ടെന്ന് ടീച്ചർ ഇത് ബോർഡിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പെൻസിൽ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റത്തില്ല, എഴുതാതിരുന്നു കഴിഞ്ഞാൽ അടി കിട്ടും. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ അവിടെ കിടന്ന് നമ്മളിങ്ങനെ ചോദിക്കും, എടി എൻ്റെ ഒരു പെൻസിലുണ്ട്, എടാ നിന്റെ ഒരു പെൻസിലുണ്ടോ, എനിക്കൊരു പെൻസിൽ വേണം. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് താങ്ക്സ് എ ബഞ്ച്. അപ്പൊ ആ ഒരു പെൻസിൽ തന്നു, ഉടനെ പറയും താങ്ക്സ് എ ബഞ്ച്, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, അല്ലെ ഐ റിയലി ഓവ് യു. കാര്യം നീ എനിക്ക് പെൻസിൽ തന്നു, അതുകൊണ്ട് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഐ കാൺട് താങ്ക് യു ഇനഫ്. എന്തായാലും എന്നെ അടിയിൽ നിന്ന് നീ രക്ഷിച്ചു, അതുകൊണ്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. യു ആർ വണ്ടർഫുൾ. നീ വളരെ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ താങ്ക് യു എന്നുള്ളതിന് ഇൻഫോം. വല്ലതും മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോ ഇത് നിങ്ങൾ എഴുതിയെടുത്തോ. ഇത്ര എഴുതിയെടുത്ത് ഇല്ലെങ്കിൽ പറയാം, ഞാൻ അയച്ചു തരാം. അതെ, കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളത് എഴുതിയെടുക്കുക. എഴുതിയതിന് ശേഷം അടുത്ത കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു കോൺവെർസേഷൻ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. റിപ്പീറ്റ് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓക്കെ ഇപ്പോ ഞാനിപ്പോ പറയാണ്, ഓക്കെ ഇപ്പൊ പറയാ യു ആർ ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ ഷാരോന്റെ അടുത്ത് പറയാ യു ആർ ഹാൻസം, യു ആർ സ്മാർട്ട്. ഞാനിപ്പോ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് ഷാരോൺ അടുത്ത് റിപ്ലൈ പറയരുത് യെസ് ഐ നോ ഐ ആം സ്മാർട്ട് എന്ന് ആരും എഴുതരുത്. അപ്പൊ അതിന് വരെ അവിടെ എന്തെഴുതാം? എന്തായിരുന്നു ചോദിക്ക? അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു എഴുതാം. താങ്ക് യു. അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ ഈ പഠിച്ച സാധനങ്ങളൊക്കെ എഴുതാം. നമ്മളിപ്പോ പഠിച്ചില്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതി വെക്കാം. പക്ഷെ ഒരിക്കലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത്. ഇപ്പൊ ഞാനിപ്പോ ചോദിക്കണേ
ഇപ്പൊ മറ്റേ സ്നേക്ക് ഇൻ ദ ഗാർഡൻ നിങ്ങളാണോ പഠിച്ചത്? അങ്ങനെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ? സ്നേക്ക് ഇൻ ദ ഗാർഡനോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഇത് അപ്പൊ 7ാം ക്ലാസ് വരെ. ഓക്കെ, അപ്പൊ ഇപ്പൊ പോട്ടെ. ഫോർ എക്സാമ്പിൾ, ഓക്കെ, സിൻഡ്രല്ല നിങ്ങളാണല്ലോ പഠിച്ചത്. ഓക്കെ, അപ്പൊ സിൻഡ്രല്ല നമ്മള് ഇവിടെ കഴിഞ്ഞ ടേമിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ സിൻഡ്രല്ല നമ്മുടെ പ്രിൻസിനെ കാണുമ്പോ എന്ത് സംസാരിക്കും എന്നുള്ള ഒരു കാര്യം. അവിടെ നമ്മൾ സംസാരിക്കുമ്പോ നമ്മള് അപ്പൊ അതിലാണ് പറയുന്നത് യു ആർ ബ്യൂട്ടിഫുൾ. അപ്പൊ പറയും യെസ് ഐ നോ ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് നിങ്ങളിൽ പലരും എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ എഴുതരുത്. അതായത് എഴുതുമ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ പ്രോപ്പറായിട്ട് വേണം. തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒരു ലൈക്ക് ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു, ഇറ്റ്സ് പ്ലഷർ ടു മീറ്റ് യു എന്ന് പറഞ്ഞ് തുടങ്ങി നമ്മൾ എഴുതി വരുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ 4 മാർക്കിന്റെ കോൺവെർസേഷൻ ആണെന്ന് വെക്കുക. 4 മാർക്കിന്റെ കോൺവെർസേഷൻ അങ്ങനെയാണെങ്കിൽ 8 പേര് നിങ്ങൾ എഴുതിയിരിക്കണം. 8 പേരെന്ന് വെച്ചാൽ എങ്ങനെയാ? ഇപ്പോ പ്രിൻസസ് സിൻഡ്രല്ല എന്ന് വെക്കുക. പ്രിൻസസ് സിൻഡ്രല്ല ഫസ്റ്റത്തത്, അത് 1. അടുത്ത് പ്രിൻസസ് സിൻഡ്രല്ല 2. അടുത്ത് വീണ്ടും പ്രിൻസസ് സിൻഡ്രല്ല 3. അങ്ങനെ 8 സെറ്റ് നിങ്ങൾ എഴുതണം. എന്നാലേ 4 മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതായത് ഒരു സെറ്റ് നിങ്ങൾ എഴുതുന്നതിന് 1/2 മാർക്ക് വെച്ചായിരിക്കും തരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്രയും എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് കിട്ടത്തില്ല. അവസാനം 2ഓ 3ഓ ഒക്കെ എഴുതി കഴിഞ്ഞാൽ 1 മാർക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്കപ്പോ ഇപ്പൊ ചെയ്യേണ്ട ഒരു വർക്ക് കൂടെ ഉണ്ട്. അതായത് ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്ക് കൂടെ ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എക്സാമിന് തന്നില്ലേ കോൺവെർസേഷൻ. എക്സാമിന് ക്വസ്റ്റ്യൻ തന്നല്ലോ. അതായത് എന്ത് ക്വസ്റ്റ്യനാ തന്നെ? കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രിൻസ് ആൻഡ് സിൻഡ്രല്ല ആഫ്റ്റർ ദേ മെറ്റ് അഗെയിൻ. അവര് ഈ നമ്മുടെ ഷൂ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പ്രിൻസ് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് നമ്മുടെ പ്രിൻസും സിൻഡ്രല്ലയും കൂടെ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എഴുതുക. ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതുക. അപ്പൊ എത്ര കോൺവെർസേഷൻ ആയെന്ന് ഓർമ്മയുണ്ടല്ലോ? എത്ര ഹോംവർക്ക് ആയെന്ന് ഓർമ്മയുണ്ടല്ലോ? എത്ര എണ്ണമായി? എത്ര ഹോംവർക്ക് ആയി? ആൽഫിൻ എത്ര ഹോംവർക്ക് ആയി? ആൽഫിൻ പോയോ? എവിടെ ഉണ്ട് സാർ? എത്ര ഹോംവർക്ക് ആയി? വേറൊന്നും പറഞ്ഞില്ലല്ലോ സാർ. ഓക്കെ, ജ്യോതിക ഏതൊക്കെയായിരുന്നു ഹോംവർക്ക് ഞാൻ പറഞ്ഞേ? ഒന്ന് ലെറ്റർ, പിന്നെ കോൺവെർസേഷൻ, വേറെ ഡയറി. അങ്ങനെ ഈ 3 എണ്ണവും നിങ്ങളെ എഴുതണം കേട്ടോ. നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ച് തരണം. ഓക്കെ സാർ.